ഗുഡ് ഈവനിങ് ഗായ്സ്. സോ ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒരു നൈറ്റ് വൈബ്രന്റ് വീഡിയോ ആയിട്ടാണ്. ജൂഡ് ആൻഡ് സിത്ത് ആർ ബാക്ക് ഹിയർ അഗെയിൻ. സോ നിങ്ങളിപ്പോൾ കാണുന്ന ലൈറ്റ്സിലെ വൈൻഡിങ് റോഡ്സ് അപ്പ്, അത് ആക്ച്വലി ഒരു മലയാണ്. അതിന്റെ അപ്പുറം അമറാത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രം മസ്കറ്റ്. നമ്മൾ ഈ മല കയറി മേളിൽ ചെന്ന് ഒരു സൈഡ് കാണുന്നത് മസ്കറ്റിന്റെ വ്യൂ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ അമറാത്തിന്റെ വ്യൂ ആണ്. ഈ മലയുടെ ഏറ്റവും ഒരു ഭംഗി തന്നെ ആ പോണ വഴിക്ക് എന്താന്ന് വെച്ചാൽ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, അത് കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ രാത്രിത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടുള്ള ഫുൾ മസ്കറ്റ് സിറ്റി വ്യൂവും, പിന്നെ നമ്മൾ ഇറങ്ങി പോണ സമയത്ത് അമറാത്ത് സിറ്റി വ്യൂ ആണ്. അതാണ് ഏറ്റവും ഭംഗി ഇവിടെ നമ്മളിങ്ങനെ പോണ വഴിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കാണാനുള്ളൊരു സ്പോട്ട്സും ഉണ്ട് അവിടെ. ആ ഒരു വ്യൂ എൻജോയ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് സൈഡാക്കി നിർത്തിയിട്ടൊക്കെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ കാണുന്നത്, ആ ഒരു ഡ്രോൺ വ്യൂ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര രസം കാണാൻ നോക്ക്. അതെ, ഫുൾ ലൈറ്റ്സും റോഡ്സും എന്താന്ന് തന്നെ മനസ്സിലാവില്ല. ഇതാണ് സിറ്റി ആക്ച്വലി, ഒമാൻ അല്ലെങ്കിൽ മസ്കറ്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കാണുന്നതാണിത്. അപ്പോൾ അത് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അമറാത്ത് സിറ്റി വ്യൂവും കാണാം മുകളിൽ. അപ്പോൾ ജസ്റ്റ് എൻജോയ്. ജൂഡേ, നമ്മൾ എന്തിനാ ഈ പോണ വഴിയൊക്കെ ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുന്നത്? അത് കാണിച്ചു തരുന്ന വെച്ചാല് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ഫീലിങ്സ് അല്ലേ. നോക്ക്, നിങ്ങളും ഞങ്ങളുടെ കൂടെ ഇത് കാണുന്ന സമയത്ത് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു ഫീലിങ്സ് അല്ലേ. അതെ, അപ്പൊ ഇത് നിങ്ങളെയും കാണിച്ചു തരാനാണ്. അതെ അതെ, അതാണ് ഓഡിയൻസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇത്രയും വഴിയും ഈ പോണ വഴിയും റോഡും ഒക്കെ കാണിച്ചു തരുന്ന കാര്യം തന്നെ we want you to come along with us. We want you to feel that you are traveling with us. അപ്പം ഞങ്ങളുടെ കൂടെ കാറിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണ വൈൻഡിങ് റോഡ്സും ഇത് സൈഡ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും ലൈറ്റ്സും ആ നൈറ്റ് വൈബും കാണിച്ചു തരുന്നത്. പിന്നെ മോസ്റ്റ്ലി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നൈറ്റിലായതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് വീഡിയോസ് ആർ അതെ റിവോൾവിങ് അറൗണ്ട് നൈറ്റ് വൈബ്സ്. സോ പതുക്കെ നമ്മൾ ഡേ ടൈം എടുത്ത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും, കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് ഏറ്റവും ഭംഗിയല്ലേ. ഈ ലൈറ്റ്സ് അങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്ന നൈറ്റ് വ്യൂ ആണ്. സോ നിങ്ങളും ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യൂ. ലെറ്റ് us ഗോ ടു അമറാത്ത്. അമറാത്ത് പോയിട്ട് നമ്മൾ അമറാത്ത് പാർക്കിലേക്കാണ് പോണത് ഇന്ന്. സോ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അമറാത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അമറാത്തിൻ്റെ വ്യൂ. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ രണ്ടും ഒരേപോലെയൊക്കെ തോന്നും. മസ്കറ്റ് സൈഡും ഒരേപോലെ തോന്നും, കാരണം ഫുൾ ലൈറ്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അമറാത്ത് സൈഡാണെങ്കിലും ഒരേപോലെയാണ് തോന്നുന്നത്. പക്ഷേ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമറാത്ത് സൈഡിലേക്ക്. ആൻഡ് ദ വ്യൂ ഓൺ ദ റൈറ്റ്.
സോ ഞങ്ങൾ ഇവിടെ അൽ അമറാത്ത് പാർക്കിൽ എത്തിയിരിക്കാണ്. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ സർ വന്ന് ഇവിടെ ഒരു ബിഗ് ഇവന്റ് നടന്ന ആ പാർക്കിലേക്കാണ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. അതെ അതെ, ഇന്ന് ചുമ്മാ ഒരു വീക്കെൻഡ് വിസിറ്റ് പോലെ. ആക്ച്വലി ഇവിടെ നാഷണൽ ഡേയുടെ ഹോളിഡേസ് ആണ് നാളെയും മറ്റന്നാളും. ഇറങ്ങിയതാണ്. ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോ ഞങ്ങള് വീണ്ടും അമറാത്ത് പാർക്കിലേക്ക് വന്ന്. അന്ന് വന്നപ്പോ നമുക്കധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അല്ലെ. അന്ന് ഈ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പൊ പാർക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങളുടെ കൂടെ ഇന്ന് എൻജോയ് ചെയ്യാൻ കം ഓൺ ലെറ്റ്സ് ഗോ. നമ്മൾ അന്ന് ഈ ഒരു ബാക്കിലെ എൻട്രൻസ് വന്നോണ്ട് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു അല്ലെ. നമുക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല, ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങി ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കൊന്നും ആ സൈഡിലതുകൊണ്ട് നമ്മൾ എന്നാ ഡാൻസ് കളിച്ച് അവിടെയാണോ അത് ആ സൈഡിലാണ്? ഇല്ല, ഈ സൈഡിൽ തന്നെയായിരുന്നു. ആ ഭാഗത്ത് അതിന്റെ സൈഡിലാണ്. കാരണം അന്ന് ഇവൻ ഇവിടെ അല്ലേ പ്ലേ ഏരിയ ഉണ്ടായിരുന്നത്. അവൻ മിസ്സായതൊക്കെ ജോഷുവിനെ തെരഞ്ഞോട് നടന്നതും ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് വേണം ഇവിടുന്ന് അങ്ങോട്ട് ഫേർദർ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് സ്റ്റേജ് സെറ്റ് ചെയ്ത്. അവിടെയാ എന്നാലും ഇന്ന് നല്ല ക്രൗഡ് ഉണ്ടല്ലേ. അന്ന് നമ്മള് ഡാൻസ് കളിച്ചതിന്റെ ഒരു ഓർമ്മ. അതെ അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു ഇവിടെ വന്നപ്പോ ഡാൻസ് കളിച്ചാൽ ഓർമ്മ അങ്ങ് വരികയാണ്. പിന്നെ എന്താ വെച്ചാൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് കാരണം അത് പബ്ലിഷ് ചെയ്യാനും പറ്റില്ല യൂട്യൂബില്. ഫൈനലി അത് ഇൻസ്റ്റാഗ്രാം റീലായിട്ട് പോയി. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടത്. അത് കിട്ടിയ അവിടെ എക്സിറ്റ് ആവണോ അല്ലെ, ആ സൈഡിൽ എന്താണ് ആൾക്കാർ പോകുന്നുണ്ട്, അതുവഴി പോകുന്നുണ്ട്. പുറകിൽ എന്തൊക്കെ ആൾക്കാര് ജോഗേഴ്സ് ഏരിയ വല്ലതും ആണോ അത്? ആൾക്കാർ അങ്ങോട്ട് പോയി നോക്കിയാലോ. ശരിക്കും എന്താണ് അന്ന് സ്റ്റേജ് സെറ്റ് ചെയ്ത സ്ഥലമല്ലേ? ഇവിടെ ആയിരുന്നു സ്റ്റേജ് അന്ന്. പക്ഷെ കാണുമ്പോ എന്തൊരു ബിഗ് ആയിട്ട് തോന്നിയല്ലേ, സ്പേസ് ഉള്ള പോലെ തോന്നിയിരുന്നു. ഇപ്പൊ കോഫി ഷോപ്പ് നമ്മളൊന്നും കണ്ടിരുന്നോ? കോഫി ഷോപ്പ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് ചിലപ്പോ ക്ലോസ്ഡ് ആയിരിക്കും. കുറെ സ്റ്റോൾസ് ഉണ്ടായിരുന്ന ആ വഴിയിലൊക്കെ ആ സൈഡൊക്കെ സ്റ്റോൾസ് ആയിരുന്നില്ല. അവിടെ എല്ലാം സ്റ്റോൾ ആയിരുന്നു. അത് കാരണം നമ്മൾ ഇത് കാണാഞ്ഞത്. ക്ലോസ്ഡ് ആയിരിക്കാം. കാരണം അന്ന് നമ്മൾ ഡാൻസ് കളിക്കാൻ ആ സൈഡിലേക്ക് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതാണ് അൽ അമറാത്ത് പാർക്ക്. ഞങ്ങളിവിടെ വീക്കെൻഡ് ആയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ വന്നതായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മൾ ഒരു പ്രാവശ്യം ഓൾറെഡി ഒരു വീഡിയോയിൽ കണ്ടതാണ്. പക്ഷെ അന്ന് ക്രൗഡ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് അമറാത്ത് പാർക്കിന്റെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്കപ്പോ ഇനിയിപ്പം അങ്ങോട്ട് കോർണിഷ് എല്ലാവരും ഒരുവിധം നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ലെറ്റ്സ് ഗോ ടു കോർണിഷ്യ. Yes, with the part 2 video we will be coming again with part 2 video. Stay tuned. Please subscribe, follow and support us. Thank you.